സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇന്ന് ഈ അസംബ്ലിയിൽ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണെന്നറിയണ്ടേ നിങ്ങൾക്ക്? നമ്മുടെ സ്കൂളിന് ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിന് LP വിഭാഗത്തിൽ 1ാം സ്ഥാനം നമ്മുടെ സജനമോൾക്കാണ്. അതിന്റെ ട്രോഫിയാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഇതൊന്നും നമുക്ക് ആഘോഷിക്കണ്ടേ? എന്നാ എല്ലാവരും അച്ചടക്കത്തോടെ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എല്ലാവർക്കും മിഠായി വിതരണവും ഉണ്ട്. എല്ലാവരും പോയിക്കോളൂ. ടീച്ചർക്ക് സന്തോഷമായില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സജനമോക്ക് ഫസ്റ്റ് കിട്ടുമെന്ന്. ടീച്ചറെ, ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണ്ട. ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പ്രമാണിയാണ് മൂർഖനായിട്ട്. അയാളെ വെറുപ്പിച്ചിട്ട് ഇവിടെ ഒരു ടീച്ചർ പഠിപ്പിക്കണ്ട. ഇതൊരു സ്കൂളാണ്. ഇവിടെ എങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. നിങ്ങൾ കാര്യം പറയും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കാര്യങ്ങളൊക്കെ ഈ ടീച്ചറോട് ചോദിച്ചാൽ അറിയാം. ഞങ്ങളെങ്ങനെ വരുത്തണ്ട. മൂപ്പര് പറയണ കേട്ട് നടന്നോളാൻ പറയും. ടീച്ചർ ഇതൊന്നും കാര്യമാക്കണ്ട. അവര് മാത്രമല്ലല്ലോ ഈ നാട്ടിലുള്ളത്. മൂർഖനൈദ്രോസിന്റെ സിംഗടികളെ ടീച്ചറെ. അവർ കുരക്കണെങ്കിൽ കുരക്കട്ടെ. ടീച്ചറെ 4-5 വർഷമായിട്ട് അറിയുന്നവരല്ലേ ഞങ്ങള്. ഞങ്ങൾക്ക് ടീച്ചറെ പറ്റി അറിയില്ലേ? അയാൾക്ക് എന്താ ടീച്ചറോട് ഇത്ര വലിയ ദേഷ്യം? അയാൾക്ക് എന്നെ 2ാം കല്യാണം കഴിക്കണത്രേ. എനിക്കത് ഓർക്കാൻ കൂടെ വയ്യ. അതിന് ഞാൻ സമ്മതിക്കാത്തോണ്ടാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ടീച്ചർ വിഷമിക്കണ്ട. അവരവരുടെ കുട്ടികളെ കൊണ്ടുപോകുന്നെങ്കിൽ പോട്ടെ. നമുക്ക് ബാക്കിയുള്ള കുട്ടികളെ പഠിപ്പിക്കാം. നിർത്ത്. ഞങ്ങള് പറപ്പിച്ചു. മാഷുമാരും ടീച്ചർമാരും പറച്ചില്ലേ? നിങ്ങൾ ഈ നാട്ടിലെ പ്രാണിയാ, അല്ല പ്രമാണിയാ. നിങ്ങൾ പറഞ്ഞത് കേട്ട് നടന്നോളാൻ പറഞ്ഞു. ആ റെജീന ടീച്ചറെ അറിഞ്ഞപ്പോ ഞമ്മക്കിങ്ങനെ രോമാഞ്ചം വന്നില്ലേ? അവളെ എനിക്ക് കെട്ടണം. അതെന്റെ ഒരു വലിയ മോഹ. അത് ഞാൻ നടത്തും. അല്ല മുതലാളി, നിങ്ങളൊന്ന് വിരലി നോടിച്ച നല്ല മൊഞ്ചുള്ള പണക്കാരി പെണ്ണുങ്ങളെ നിങ്ങൾക്ക് കിട്ടൂലേ? പിന്നെ ഈ പെറ്റ പയ്യനെ തന്നെ നിങ്ങൾക്ക് വേണോ? എടാ രോമാഞ്ചം വീരാനെ, മുറ്റത്തുള്ള റോസാപ്പൂവിനേക്കാളും ചെളിയിൽ വിരിയുന്ന താമരപ്പൂവിനെയാ ഈ ഹൈദ്രോസിന് ഇഷ്ടം. ഉമ്മച്ചീനോടൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് ഇഷ്ടാവില്ല നിക്കറിയാം, എന്നാലും ചോദിക്കട്ടെ. എന്താ? നിന്റെ ക്ലാസ്സിലെ മോള് ചോദിക്കാൻ എന്റെ ബാപ്പ എവിടെയാന്ന്. നിന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പറയാൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ? മുളച്ചു പൊങ്ങിയിട്ടില്ല. അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടില്ലേ? മോളെ, മോക്ക് 8 മാസം പ്രായമുള്ളപ്പോ മോളുടെ ബാപ്പ മരിച്ചു. ഇനി ആര് ചോദിക്കുമ്പോഴും മോൾ അങ്ങനെ പറഞ്ഞാ മതി കേട്ടോ. വല്ലിപ്പാന്റെ മുത്തുമോളൊന്നും ഇങ്ങോട്ട് വന്നാ എന്താ എന്റെ ഉമ്മച്ചിക്ക് പറ്റിയത്? ഇന്ന്
മൂർഖൻ ആൻഡ്രൂസിന്റെ ശിങ്കടികൾ സ്കൂളിലേക്ക് വന്നായിരുന്നു. എന്നിട്ട് ഉമ്മച്ചീനെ പറ്റി പരാതി പറഞ്ഞു. വല്യപ്പ, ഇത് ഞാൻ പറഞ്ഞൊന്ന് പറയരുത് കേട്ടോ. വെന്ന വഴിക്ക് ഞാൻ നിറച്ചു കേട്ടു. ഇനിയും കേൾക്കാൻ വല്യപ്പാന്റെ പതിലിന് ശേഷിയില്ല. ഉമ്മ, ബാപ്പാനെ തുടയ്ക്കാൻ ചൂടുവെള്ളമായോ? ആയി, ഇപ്പൊ ചൂടാറിയിട്ടുണ്ടാവും. എന്താ എന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല, ഇന്നും ഐറ്റിങ്ങള് സ്കൂളിൽ വന്നിരുന്നു. അയാളെ ഇഷ്ടല്ലാന്ന് ഈ പറഞ്ഞില്ലേ, അതാണ് അയാളെ ചൊടിപ്പിച്ചത്. പടച്ചോനെ, എന്റെ കുട്ടികളെ കാക്കണേ. ഞാൻ പറഞ്ഞത് സത്യല്ലേ? അയാൾക്ക് പെണ്ണുങ്ങളെ കണ്ട മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വല്ല സാധനമാണെന്നാ വിചാരം. താത്ത ഇതുവരെ കുളിച്ചില്ലേ? ഓളെ ഇഞ്ചി വന്നിട്ട് കുളിപ്പിച്ചാ മതി എന്ന് പറഞ്ഞു. എന്റെ കണ്ണെന്താ കലങ്ങിരിക്കണേ? ഈ കരഞ്ഞോ? ഈ കരഞ്ഞ ഞാനും കരയൂട്ടോ. ഞാൻ കരഞ്ഞാലല്ലേ താത്ത കരയൂ. അപ്പൊ ഞാൻ കരഞ്ഞില്ലെങ്കിലോ? അപ്പൊ ഞാനും കരയില്ല. ഞാൻ ആദ്യം ബാപ്പാനെ തുടച്ചിട്ട് എന്നെ കുളിപ്പിച്ചിരാട്ടോ. എന്താ ബാപ്പ, മരക്കച്ചവടത്തിൽ വല്ല കിട്ടാക്കുറ്റിയും കിട്ടാനുള്ളത് ആലോചിക്കുകയാണോ? ബാപ്പാന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കണ്? എന്റെ കുട്ടിയാക്ക് എവിടെ പോയാലും ഒരു സമാധാനം കൊടുക്കണില്ലല്ലോ പറഞ്ഞു. ഇതിന് മാത്രം എന്ത് തെറ്റാണ് എന്നോട് ഞങ്ങൾ ചെയ്തത്? ഞങ്ങൾ ഇനി നരയിപ്പിക്കുകയും എന്തിനാ ബാപ്പ ഇങ്ങനെ പടച്ചോനെ പഴിക്കണത്? നിങ്ങൾ ഉമ്മാനെ കല്യാണം കഴിച്ചു, നിങ്ങൾക്ക് 2 മക്കളും ഉണ്ടായി, ഞാനും താത്തയും. അവരിങ്ങളെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അത് നിങ്ങളെ ഭാഗ്യല്ലേ? പിന്നെ പടച്ചോന്റെ കൃപ കൊണ്ട് പട്ടിണി കിടക്കാതെ കഞ്ഞി കുടിച്ചു പോകാൻ ചെറിയൊരു ജോലിയുണ്ട്. ഇതിന് നമ്മൾ പടച്ചോനോട് നന്ദിയല്ലേ പറയേണ്ടത്? അല്ലാതെ അത്യാഗ്രഹികളെ പോലെ തന്നത് പോരാ പോരാന്ന് പറയാൻ പാടില്ല. ഉള്ളത് കൊണ്ടുള്ളതുപോലെ ജീവിക്കുന്നതാ പടച്ചോൻ ഇഷ്ടം. അത് തന്നെ നല്ലതും. എന്നോട് പറഞ്ഞു ജയിക്കാം, ഞാനില്ല കുട്ടിയെ.